നമസ്കാരം. ചിന്താമണി യോഗപീഠം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചാനലിൻ്റെ പൂർണ്ണമായ ഉദ്ദേശ ലക്ഷ്യവും പ്രവർത്തന രീതിയും വിവരിക്കുകയുണ്ടായി. ആഗ്രഹങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങളെല്ലാം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്ന വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സാധനാ മാർഗം, ഒരു ഉപാസനാ പദ്ധതിയാണ് ഇവിടെ പറയുന്നത്. ഈ ഉപാസനാ പദ്ധതിയിൽ അതീവ വിശിഷ്ടമായ താന്ത്രിക ആരാധനകളെല്ലാം വരുന്നുണ്ട്. ഗണേശ വിധാനം, സിദ്ധിവിനായക പൂജ, സ്വന്തമായി ചെയ്യാവുന്ന ഗണപതി ഹവനം, സ്വന്തമായി അനുഷ്ഠിക്കാവുന്ന ഗണപതി ഉപാസന, ഉച്ഛിഷ്ട ഗണേശ സാധന, സിദ്ധിവിനായക പൂജ തുടങ്ങി ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രധാന താന്ത്രിക അനുഷ്ഠാനങ്ങളെല്ലാം ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് കഴിഞ്ഞ് താരാവിദ്യ, ദശമഹാവിദ്യകളിൽ രണ്ടാമതായിരിക്കുന്ന വിദ്യാരാജ്ഞി എന്നും നീല സരസ്വതി എന്നും വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന താര എന്ന മഹാദേവിയുടെ ആരാധനയും അനുഷ്ഠാനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. തുടർന്ന് ബാല ത്രിപുര സുന്ദരി ദേവിയുടെ ഉപാസന, തുടർന്ന് മഹാത്രിപുര സുന്ദരിയുടെ ഉപാസന ആരാധന, പിന്നീട് അത്യന്തം വിശിഷ്ടമായിരിക്കുന്ന ശ്രീവിദ്യ സാധന പദ്ധതി, കൂടാതെ രാജമാതംഗി ഉപാസന, അതീവ ഫലപ്രദമായ ക്ഷിപ്ര സിദ്ധിപ്രദമായ ഭദ്രകാളി ഉപാസന, പ്രത്യംഗിര ദേവിയുടെ ഉപാസന തുടങ്ങി അത്യത വിശിഷ്ടമായിട്ടുള്ള താന്ത്രിക ആരാധനകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാധന പദ്ധതിയാണ്. ചിന്താമണി യോഗപീഠം എന്ന പേരിൽ നമ്മളിവിടെ തയ്യാർ ചെയ്യുന്ന വീഡിയോകളിൽ ഈ സാധനയും മന്ത്രങ്ങളുമെല്ലാം വാരി വിതറും എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യങ്ങളും അതിലേക്കുള്ള മാർഗങ്ങളും പൂർണ്ണമായിട്ടും വിവരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഉപാസനകൾ നേരിട്ട് പഠിക്കുന്നതിന് നമ്മൾ ചിന്താമണി യോഗപീഠം കൂട്ടായ്മ പ്രത്യേകമായി രൂപീകരിക്കുന്നുണ്ട്. അതിലൂടെയാണ് പഠനങ്ങൾ നടക്കുക. ആ പഠനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും, അതായത് ഈ കൂട്ടായ്മയിൽ ചേർന്ന് സാധന പരിശീലിക്കുന്ന ഓരോരുത്തരുടെയും സ്വഭാവ പ്രത്യേകതകൾ, അവരുടെ കർമ്മരംഗം, അവരുടെ ജീവിത പശ്ചാത്തലം, അതിനനുസരിച്ച് ഏറ്റവും വിശിഷ്ടമായ സാധനാമാർഗം നിർദ്ദേശിക്കുകയും അത് കൃത്യമായി പിന്തുടരുന്നതിനും വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുമുള്ള എല്ലാ പരിപൂർണമായ പിന്തുണകളും അതിന് വേണ്ട പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ നടത്തുന്നതാണ്. വ്യക്തമായും ശരിയായ രീതിയിൽ ചിന്താമണി യോഗ സാധന
പിന്തുടരുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ അഭീഷ്ടസിദ്ധിയെ പ്രാപിക്കാനുള്ള ശരിയായ മാർഗം തെളിഞ്ഞു വരുന്നത് തന്നെയായിരിക്കും. മന്ത്രാനുഷ്ഠാന സാധനകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏകാഗ്രതയുടെ പൂർണ്ണത നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രത്യേകമായ ചില യോഗാനുഷ്ഠാന മുറകൾ ആദ്യം പരിശീലിപ്പിക്കുന്നതാണ്. അത് എപ്രകാരമെന്നുള്ളത് അടുത്ത വീഡിയോ മുതൽ നമ്മൾ ആരംഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.